ഗൈസ് ഞാനിപ്പോൾ കൊല്ലം ബീച്ചിലാണ് നിൽക്കുന്നത്. കൊല്ലം ബീച്ചിലെ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ബീച്ച് തന്നെയാണ്. ആ ബീച്ചിലെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് നല്ല കടലൊക്കെ കയറി ഇപ്പോൾ ഭയങ്കര നിയന്ത്രണമാണ്. നമ്മുടെ കൊല്ലം ബീച്ചിലാണ് വന്നേക്കുന്നത്. കൊല്ലം ബീച്ചിലാണ് നിൽക്കുന്നത്. കൊല്ലം ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേസ് ഇവിടെ കടൽ നല്ല രീതിയിൽ കടൽ കയറി ബീച്ച് റോഡിലുള്ള ബീച്ചിൻ്റെ ഭാഗത്തുള്ള മണൽ മൊത്തം പോയി. ഇപ്പം നല്ല ഡേഞ്ചറായിട്ടുള്ള ബോർഡുകളാണ് വെച്ചേക്കുന്നത്. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര നിയന്ത്രണമാണ്. നല്ല രീതിയിൽ കടൽ കയറിയിരിക്കുകയാണ്. അവിടെ ഡേഞ്ചർ ഏരിയ എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇപ്പം ഭയങ്കര നിയന്ത്രണമാണ്. അതുമാത്രമല്ല നല്ല രീതിയിൽ കടലും കയറിയിട്ടുണ്ട്. ഇപ്പം വരാൻ പറ്റാത്ത, അതായത് ബീച്ച് സൈഡിൽ ഇപ്പം വരാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്, പിള്ളേരെയും കൊണ്ടൊന്നും വരാൻ പറ്റുന്ന അവസ്ഥയല്ല നമ്മുടെ കൊല്ലം ബീച്ച്. എന്തായാലും 1-2 മാസം കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നല്ല രീതിയിൽ കടൽ കയറി മണലും അതുപോലെ തന്നെ അത്രയും ഡേഞ്ചർ ഏരിയ തന്നെയാണ്. അത് കൊണ്ടുപോയി. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയത് സ്പീഡ് കുറച്ചടാ. നമ്മുടെ കൊല്ലം ബീച്ച് നേരത്തെ വന്നവർക്കറിയാം. നല്ല രീതിയിൽ ഫ്രണ്ടിലൊക്കെ മണലും ഒരുപാട് കടൽ കയറി മണൽ മൊത്തം പോയിട്ടുണ്ട്. കടലിൻ്റെ ഭാഗമല്ല, അതായത് ബീച്ച് സൈഡ് കടലിൻ്റെ ഭാഗത്തെല്ലാം മണലെല്ലാം ഒരുപാട് പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം കുഴിയായി കിടക്കുവാണ്. അതുപോലെ റിസ്ക് ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പം.